കുറച്ചു കാലം മുമ്പ് വരെ റിയൽ ലൈഫിൽ നിന്നുള്ള ഒരു എസ്കേപ്പ് ആയിരുന്നു മനുഷ്യന്മാർക്ക് ഇന്റർനെറ്റും പിന്നെ അതേപോലത്തെ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പും. പക്ഷെ ഇന്നാണെങ്കിലോ നേരെ മറിച്ചാണ്. ഡിജിറ്റൽ ലൈഫിൽ നിന്നും ഇന്റർനെറ്റിൽ നിന്നും ടിക്ടോക്കിൽ നിന്നും റീൽസിൽ നിന്നുള്ള ഒരു എസ്കേപ്പാണ് മനുഷ്യന്മാർ ആഗ്രഹിച്ച് റിയൽ ലൈഫിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ആൾക്കാർ ഇപ്പോൾ കൂടുതൽ ലൈവ് കോൺസേർട്ടിലും മ്യൂസിക് ഷോകൾ പങ്കെടുക്കുന്നതും അതേപോലെ തന്നെ ഗണ്യമായ രീതിയിൽ മ്യൂസിക് കോൺസേർട്ടുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നതും. ശരിക്കും പറഞ്ഞാൽ അവരവിടെ പോകുന്നത് മ്യൂസിക് കേൾക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമല്ല, ഒരു വൈബ് അങ്ങ് എൻജോയ് ചെയ്യുക, കുറച്ചും കൂടി ഹ്യൂമൻ ആയിട്ട് ഫീൽ ചെയ്യുക. നമ്മൾ മനുഷ്യന്മാരാണ്, വി ആർ ഓൾസോ പാർട്ട് ഓഫ് സൊസൈറ്റി എന്നുള്ളൊരു ബോധം ഉൾക്കൊള്ളാൻ വേണ്ടിയായിരിക്കും. പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വീഡിയോ അല്ലെങ്കിൽ ഹൈ റെസൊല്യൂഷൻ ഓഡിയോ എൻജോയ് ചെയ്യാൻ വേണ്ടിയല്ല, കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള, കുറച്ചും കൂടി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഹ്യൂമൺ എറർ സംഭവിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ആൾക്കാർ ഇപ്പോൾ ക്രേവ് ചെയ്യുന്നത്. നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടറിയാം, വളരെ പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ സ്ക്രോൾ ചെയ്യും. പക്ഷെ മറിച്ച് ചെറിയ രീതിയിൽ എന്തെങ്കിലും താളപ്പിഴകളോ അല്ലെങ്കിൽ സെൽഫി ക്യാമറയിൽ ചെറുതായിട്ട് ആൾക്കാർ സംസാരിക്കുന്ന വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ നോക്കി നോക്കും. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു പാറ്റേൺ റെക്കഗ്നിഷൻ എഞ്ചിനാണ്. നമ്മുടെ ബ്രെയിൻ ഓൾറെഡി പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്ത് അത് ഓൾറെഡി നോർമലൈസ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ ആൾക്കാർ എന്തെങ്കിലും പുതിയ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ പുതിയ രീതിയിലുള്ള ഒരു ട്രെൻഡിലേക്കെങ്കിലും പോകും. നല്ലൊരു ഓഡിയോ വീഡിയോ എക്സ്പീരിയൻസ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നല്ലൊരു 4K HD റെസൊല്യൂഷനുള്ള ഒരു മോണിറ്ററും അതേപോലെ നല്ല ഹെഡ്ഫോൺ വെച്ച് നമുക്ക് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ചിലപ്പോഴൊക്കെ ആൾക്കാർ USB ഒക്കെ കുത്തി പാടുന്നവരുടെ കുറച്ചൊക്കെ ഒഫൻഡഡ് ആയി തോന്നുന്നത്.